ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് ഒരു ക്രീം ബണ്ണാണ് ഉണ്ടാക്കാൻ പോണത്. ക്രീം ബണ്ണിന് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ മാവ് പൊങ്ങി കേട്ടോ. ഒരു ഗ്ലാസ് മൈദ, ഒരു ഗ്ലാസ് പാല്, ഈസ്റ്റ് ഒരു സ്പൂൺ. ഇത് ഫസ്റ്റ് നമ്മൾ ഒരു ഗ്ലാസ് ഇളം ചൂട് പാല് പാത്രത്തിൽ ഒഴിച്ചിട്ട് 3 സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂണ് ഈ സ്പൂണിന് ഒരു സ്പൂണ് ഈസ്റ്റോട്ടാണ് ഇട്ട് മിക്സ് ചെയ്ത് 15 മിനിറ്റ് പൊങ്ങാൻ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് പാല്, ഒരു മുട്ട, 2.5 സ്പൂൺ ഓയിൽ കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ വെച്ചതാണ് കേട്ടത്. 1 മണിക്കൂർ വെച്ച് പൊങ്ങിയൊക്കെ ഇതിന് നമുക്ക് ഇതെവിടെ ഇരിക്കട്ടെ, നമുക്ക് ക്രീം ഉണ്ടാക്കാം. ഫസ്റ്റ് ഇതിന് 1/4 ഗ്ലാസ് പാല്, ആവശ്യത്തിന് പഞ്ചസാര, 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് പഞ്ചസാര. പിന്നെ ഇതിന് വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. പിന്നെ 1 സ്പൂണ് കസ്റ്റർഡ് പൗഡർ. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലോണം കുറുക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ബട്ടറും ചേർക്കണം. 1.5 സ്പൂണ് ബട്ടർ ചേർത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം കുറുക്കിയെടുക്കണം. നല്ല ക്രീമാക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇതാക്കിയാലേ വീഡിയോസൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ. എല്ലാവരും അതൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് കുറവാണ്, എനിക്കെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ വെറുതെ കണ്ടുപോയത് എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം പ്ലീസ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് എത്രയോ ദിവസം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അതുപോലെ ഇനി സപ്പോർട്ട് ചെയ്യണം. ബെൽ ബട്ടനൊക്കെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഇതാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, നല്ല സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും.
എല്ലാവരും ചെയ്യണ പോലെ ഒരുപാട് വൃത്തിക്ക് തന്നെയാണ് എല്ലാ വീഡിയോസും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്യണില്ലെന്നുള്ളൂ. ഉള്ള വീഡിയോ നേരിട്ട് ലൈവായി കാണിക്കുന്നു. എഡിറ്റൊക്കെ ചെയ്ത് ഒന്നും എഡിറ്റ് ചെയ്യാൻ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാത്തത്. എല്ലാവരും എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ജോലിയൊക്കെ ഉണ്ടാവും. എൻ്റെ ജോലി ഇതാണ്, കുക്കിങ്ങാണ്. എനിക്കെപ്പോഴും ജോലി തന്നെയാണ്. നല്ലപോലെ കുറുകി ക്രീമിയാവും. അടുക്കി പിടിക്കുക, ഞാൻ പൊക്കി പിടിച്ചായിരുന്നു. നല്ല ക്രീമി ഇപ്പം തന്നെ. നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കും, പിന്നെ വേറെ പോഞ്ഞു പോയി. നല്ല സ്മെല്ലാണ് ബട്ടറൊക്കെ ഇട്ടപ്പോൾ. ഇത് നമുക്ക് നല്ലപോലെ തണുക്കട്ടെ. ചീനച്ചട്ടി വെക്കാം. ക്രീമൊന്ന് നമുക്ക് തണുക്കാൻ വയ്ക്കാം. നമുക്ക് ഓയിലൊഴിക്കാം.
എണ്ണ നല്ലോണം ചൂടാക്കാം. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ചൂടായി കഴിയുമ്പോൾ ഈ തവിയും നല്ലോണം ഇതിൽ ചൂടാവും. അതിലാണ് കോരി ഒഴിച്ചുണ്ടാക്കുന്നത്. നല്ലപോലെ പൊങ്ങി നമുക്കിത് ഗ്ലാസ്സിൽ വയ്ക്കാം. നല്ല ഗോൾഡൻ കളറാവട്ടെ കേട്ടോ. നമ്മുടെ ക്രീം ബണ്ണ് നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. അടുത്തത് കൂടെ റെഡിയായി.
ഗ്ലാസ്സിൽ എടുത്തിട്ട് ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ഒഴിക്കാൻ സുഖമായിരിക്കും. എവിടെയും താഴെ ഒന്നും ഉണ്ടാവില്ല. ഈ തവിയിൽ ഇത്ര എണ്ണ എടുക്കാവുള്ളൂ കേട്ടോ മാവ് ഒഴിക്കുമ്പോൾ. ഞാൻ ആദ്യം നിറച്ചെടുക്കുമ്പോൾ ഇങ്ങോട്ട് ഒത്തിരി ഇങ്ങനെ നിവർന്നു പോകുന്നു. ചൂടോടെ കഴിക്കണ്ട, നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ. ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് വീഡിയോ എന്നിട്ട് കിട്ടുപോയി. നല്ല വിലയായി. ഇതിൻ്റെ പുറത്തിങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല പോലെ കവളയ്ക്കും. തീ കുറച്ച് വെക്കണേ, എണ്ണ ചൂടായിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പ്ലീസ് എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ, ബെൽ ബട്ടനൊക്കെ ക്ലിക്കൊക്കെ ചെയ്യണേ. ഓൾന്ന ഓപ്ഷനും ഇതാക്കിയാലേ എനിക്ക് വീഡിയോ മുമ്പോട്ടുണ്ട്. എല്ലാവരും എത്ര നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ഇഷ്ടത്തോടെ എൻ്റെ ഒരു ഫാമിലി പോലെയാണ് ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത്. അതിൽ എനിക്കൊരു ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ടുണ്ട്. യൂട്യൂബിലൊന്നും തന്നെ അങ്ങനെ ആരും വിളിക്കുന്നില്ല. എല്ലാവരും ഹായ് എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അതൊക്കെ ഉള്ളൂ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയല്ല, ഒരുപാട് പേര് ഫോൺ ചെയ്യണം. അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. പിന്നെ എനിക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ആരോടും മൂവ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ദയവ് ചെയ്ത് ഫോൺ ചെയ്യേണ്ട. കാരണം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വായിച്ചോളാം. അതിന് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ആരും ദയവ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ചെറുപ്പം നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള പെണ്ണൊന്നുമല്ല ഞാനൊരു അമ്മുമ്മയാണ്. ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഫോൺ ചെയ്യരുത്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടു. ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റിന് വേണ്ടിയാണ് നിങ്ങളെയൊക്കെ ഫോളോ ചെയ്യണത്. അപ്പം എല്ലാവരും നമുക്ക് അടുത്ത വറോടി ഇട്ടിട്ട് ക്രീം തേക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഇതിങ്ങനെ ബോൾ പോലെ വരുന്നത്. എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം. ഇത്തിരി ഇട്ടുപോയി. അത് നമുക്ക് നമ്മുടെ ക്രീം ഇവിടെ നല്ല തണുത്ത് സെറ്റായിട്ടുണ്ട്.
ഭയങ്കര സൗണ്ടാണിത്. ഇതപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ക്രീം ഇതാക്കാം. ചൂടാണ്, ഭയങ്കര ചൂടാണ്. നല്ല സോഫ്റ്റ്. നമുക്കിതൊരു ക്രീം വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെച്ച് കഴിക്കണമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ക്രീം ബണ്ണ്. മധുരം ഞാൻ കുറച്ചാണ് കഴിക്കാറ്, പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ മധുരം നല്ല പോലെ പോകുന്നുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തിന്നാതിരിക്കാൻ പറ്റില്ല. ഞാൻ അടുത്തതിനൊരു ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇടണം നിർത്തിയിരിക്കണേന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഇതുണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ 1.5 മണിക്കൂർ ഈ സാധനം പൊങ്ങാൻ വെക്കണം. അതുകൊണ്ടാണ് ഇത് കാണിക്കാഞ്ഞത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് കമൻറ്റ് ഷെയറൊക്കെ ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ. നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണതൊക്കെ സൂപ്പർ. കടയിൽ ഭയങ്കര പൈസയാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, ബൈ.